ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ആറ്റിറ്റ്യൂഡ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഓൺ യുവർ മൈൻഡ് എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ചെക്ക്. We have the King of Zodiac, the Knight of Cups, the Hanged Man energy, the King of Cups, the Queen of Wands and the Knight of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് വൺസ് എനർജിയാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്തും ഈ ഒരു പേഴ്സൺ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം ഹാപ്പിനെസ്സാണ് ഇവിടെ ഈ ഒരു പേഴ്സണിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പുറമെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആവാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ വരട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സൈനാണ്. വീണ്ടും ആ ഒരു പേഴ്സൺ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലൊരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു, നിങ്ങളുടെ സന്തോഷം നോക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പേഴ്സണാണ് എന്നുള്ള രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് തവണ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ആ ഒരു പേഴ്സൺ അത് പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ അടുക്കൽ നിന്നും മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കാനും പറ്റുന്നില്ല. കാരണം ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ക്യൂൺ ഓഫ് വൺസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ദ ഹാങ്ഡ് മാൻ എനർജി എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ബാലൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ എങ്ങനെ നിങ്ങളോട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ പ്രതികരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എടുക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ മേ ബി അത്രമേൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കില്ല. അതായത് സ്നേഹം ഉണ്ടെങ്കിലും അത്രമേൽ തുറന്നു കാട്ടുന്ന ഒരു പേഴ്സണായിട്ട് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നില്ല. കാരണം ഇവിടെ ഒരാളെന്ന് പറയുന്നത് എത്രത്തോളം അങ്ങോട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഈ ഒരു പേഴ്സൺ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സണെ വിട്ട് പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പേഴ്സൺ ഒരു ഭയങ്കര വളരെ കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പോയ സമയത്ത് ആ ഒരു പേഴ്സൺ ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു സമയം നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ശ്രദ്ധ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ മനഃപൂർവ്വം മാറിയതാകാം. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ജെന്യൂൻലി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി അപ് ടു യു ആണ്. കാരണം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് എഫേർട്ട് എടുക്കണമെന്ന് പറയുന്നതിലൊരു അർത്ഥമില്ലല്ലോ. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഒരു രണ്ട് വേയിലും ഒരേ രീതിയിലുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം എഫേർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അധികം നാൾ നിൽക്കില്ല. അതുതന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോഴും റിലേഷൻഷിപ്പിൽ ഓവറായിട്ട് അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ മാറുന്ന സമയത്താണ് ആ ഒരു പേഴ്സൺ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. The 2 of Pentacles, the 4 of Pentacles, okay, the 6 of Pentacles, okay, the Fool card, the Knight of Wands, Ace of Swords, bottom of the deck 7 of Cups, okay. സ്ട്രോങ്ലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ കൂടുതൽ എഫേർട്ട് ഇട്ട സമയത്ത് ആ ഒരു പേഴ്സണ് അത് എനിക്കത് ഡിസേർവ് ചെയ്തതാണ്, ഞാൻ അതിന് ഡിസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ആ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പേഴ്സൻ്റെ ഒരു അഹങ്കാരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ
ഇവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് ആ ഒരു സ്നേഹത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് പോകുന്നോ അത്രത്തോളം ആ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് എന്നോടാണ് താല്പര്യം, അല്ലാതെ എനിക്ക് അവരോടല്ല. ചിലപ്പോൾ നേരം മറിച്ചിട്ടായിരിക്കാം, നിങ്ങളോട് ഒരു പ്രപ്പോസൽ പോലെ വന്ന ഒരു പേഴ്സൺസ് ആയിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പരിഗണന, അതൊരു സമയം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ആൾക്കാരെ സംബന്ധിച്ചൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതിപ്പം നിങ്ങൾക്കൊരു സഫർ ചെയ്യാൻ വയ്യ, ഇനിയും എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഒരു നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആക്കിയതായിരിക്കാം. കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലേക്കും കാണിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും നിങ്ങളെടുത്ത എഫേർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് അന്ന് ഞാൻ കുറച്ചും കൂടി അല്ലെങ്കിൽ മെച്യൂരിറ്റിയോടുകൂടി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു പരിഗണന തന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ഓപ്ഷനുകളിൽ നിന്നും ഒരാളായിട്ട് ചിലപ്പം കണക്കാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ കുറച്ചൊരു എഫേർട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലായിരിക്കാം ആ ഒരു പേഴ്സണെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ വേറെ തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തിരിച്ചറിവിന് ശേഷം ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാകും, ഒരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇത്രയും നാളെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നത് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയുന്നില്ല. ആ ഒരു മൂവിങ് വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത സ്ഥലത്തു നിന്നും ആ ഒരു പേഴ്സൺ കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് അതൊരു ബാലൻസ് ആക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ഒരു ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വളരെ പീസാണ്, വളരെ സമാധാനം തരുന്നൊരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളൊരു തോന്നിച്ചുണ്ടാകുന്നുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഓൺ ആൻഡ് ഓഫിലേക്ക് തന്നെ വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അപ്പോഴത്തെ മൊമെൻറ്റിൽ ആ ഒരു പേഴ്സണ് നിങ്ങളെ ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് വരുന്നു, അതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നത് സത്യമോ കള്ളോ അത് അപ് ടു ആ ഒരു പേഴ്സണെ സംബന്ധിച്ച്. പക്ഷേ എന്തൊക്കെയോ പറയണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരുടെ ലൈഫിൽ മറ്റൊരാൾക്ക് പകരം വെക്കാത്തതിൽ, മറ്റൊരാൾ കമ്പയർ ചെയ്യാൻ പറ്റാത്തതിൽ, മറ്റൊരാൾ താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാണ് നിങ്ങൾ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. We have the 4 of Cups, okay, the 6 of Pentacles, the 3 of Wands, the King of Swords, the 8 of Pentacles, the Knight of Swords, okay, 3 of Pentacles. Okay, ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കാം. ഇതിന് മുന്നേ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നൊക്കെ മാറി വീണ്ടും എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സണോട് ഷെയർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെക്കുറിച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ച ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി നമ്പർ 3, 8, 4 then 6, 3, 3. ഓക്കെ, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ 333 അല്ലെങ്കിൽ 666, 888 അതുപോലെ തന്നെ 444 ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ട് നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടാവും, ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് തവണ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ
ഇടയിലുണ്ടായിരുന്ന ഇടയിലുണ്ടാവുന്ന ഒരു ബോണ്ടിങ് പോലും നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അൺനോൺ പേഴ്സണെ പോലെ എനിക്കിവരെ തീരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളിവരെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ടൈം ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ എല്ലാം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് എന്തോ അകന്നകന്ന് പോകുന്ന പോലെ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി ആ ഒരു പേഴ്സണെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഫിനാൻഷ്യലി ആ ഒരു പേഴ്സണെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോടുകൂടി ആ ഒരു പേഴ്സൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുടെ അടുക്ക് ഓടി വരണം, നിങ്ങളുടെ അടുക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു പെട്ടെന്നുള്ളൊരു സഡൻ ആക്ഷൻ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻഡപ്പായി പോകേണ്ടതല്ല എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ വഴി അറിയാൻ നോക്കുന്നുണ്ട്. ഫേക്ക് അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് വഴി നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കസിൻസ് നിങ്ങൾ മ്യൂച്വലി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് ചെക്ക് യുവർ എനർജി. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Your energy, 3 of Wands, the 3 of Swords, the 10 of Wands, the one more card, the Page of Cups, 8 of Pentacles. Okay. നിങ്ങൾ മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കാം മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു പുതിയൊരു തുടക്കം തുടങ്ങുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടോ നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് എഫേർട്ട് എടുത്തത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ചൊരിയാൻ എനർജി ഇല്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, സ്റ്റിൽ ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സണോട് മിണ്ടാൻ പോലും തയ്യാറാവുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ പോലും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഒരു എനർജി പ്രകാരം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്ത് വളരെ ഹാപ്പിനെസ്സോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ഡ്രീം, ഒരുപാട് ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത്ര എഫേർട്ട് എടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പോലും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പേഴ്സൺ നിങ്ങളെ മെൻ്റലി വളരെയധികം ഡൗൺ ആക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാർ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. സ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ബട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ മാറ്റം വരട്ടെ, എന്തായാലും എനിക്ക് അവരില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതെ ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന കാണുന്നുള്ളൂ. അത്രയും വരെ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലും കുറച്ച് ആൾക്കാർ കാണിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് ആൾക്കാർ. മേ ബി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മോശമായിട്ടുള്ള ബിഹേവിയർ നിങ്ങളിപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം, എന്താണ് ശരി എന്നുള്ളതിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഡിവോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഒരു കാർമിക്കായിട്ട് എൻഡപ്പായി പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പെയിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം മേ ബി
പക്ഷേ ആ ഒരു പെയിനിന് പിന്നിലും നിങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വളരെയധികം വിഷമം നിറഞ്ഞ ഒരവസ്ഥ, അത്രയും എഫേർട്ട് ഒരുപാട് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സഫർ ചെയ്യേണ്ട അവസ്ഥ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ് എന്നുള്ള രീതിയിലേക്കാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിവൈൻ എനർജി കണക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി കുറേ ആൾക്കൊരു ക്ലാരിറ്റി ആയിരിക്കാം, നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് ചില വ്യക്തികളുടെ ഒരു തോട്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ല, അത്രയ്ക്കും തെളിഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് അന്നെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വേൾഡ്, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ മേ ബി നിങ്ങൾ, എനിക്ക് തോന്നുന്നു, കോർട്ടിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സെപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ ജസ്റ്റിസിന് വെയിറ്റ് ചെയ്യുന്നു, ഒരു നീതി, അല്ലെങ്കിൽ ഞാനും ഒരു ഹാപ്പിനെസ് അർഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജീസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ സറണ്ടർ മോഡിലേക്കാണ് എനിക്ക് കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നത്. ഓക്കെ, കാരണം എത്രത്തോളം ഇത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം പെയിനാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മെച്യൂർഡ് എനർജി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്നും അറിയില്ല. അപ്പം അത്ര വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്, കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഫാമിലിയും ഇതിനോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ അറിയുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മൂവ് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഫാമിലിയും നിങ്ങളോട് നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ മെസ്സേജസ് ഫോർ യു. മെസ്സേജസ് അല്ലെങ്കിൽ എന്താണ് നോക്കാം. Please guide me. The 8 of Wands, the 4 of Wands, the Justice card. Okay, the 7 of Wands. Okay, അപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടൊരു കളിയും വേണ്ട എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോ വ്യക്തിക്കോ പരിഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളുടെ നല്ലതിനല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അർഹിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മേ ബി ഒരുപാട് ആൾക്കാർക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, പുതിയൊരു പേഴ്സൺ ആയിരിക്കാം, അതൊട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെ കാത്തിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക, അത് കീപ്പ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, ഒരിക്കലും അത് തടസ്സം ഇതാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ആ ഒരു പേഴ്സൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അധികം അറിയാൻ ശ്രമിക്കരുത്, ഒരുപാട് നമ്മുടെ എനർജി അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കാരണം മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ ഓർത്ത് ആ കാര്യത്തെ ഓർത്ത് ഒരുപാട് സ്ട്രെസ് ചെയ്യരുത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കുള്ള ജസ്റ്റിസ് എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ പക്കൽ തന്നെ എത്തും എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റിസ്, നീതി കിട്ടാൻ കുറച്ച് വൈകിയേക്കാം, പക്ഷെ ഒരിക്കലും അത് കിട്ടാതെ പോവില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിംഗ് കാണുന്നവരെ ബൈ.